അമ്മയെ പോലെ തന്നെ കുറേ ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന എൻ്റെ മോൻ. ഒരുപാട് സംശയങ്ങളുള്ള എൻ്റെ മോൻ. അവർ നല്ല മക്കളായി വളർന്നു എന്ന് നാട്ടുകാര് വലിയ വലിയ ആൾക്കാർ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് സന്തോഷമാവും. ആ ദിവസം ഐ ബി ഹാപ്പി. എന്ത് വിഷമം വന്നാലും ഞാൻ പെട്ടെന്ന് കരയുന്നതാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് ഞാനുണ്ട് കൂടെ. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഹർ. എൻ്റെ മക്കൾ എന്നെ തള്ളി പറയുന്നു. നാളെ അവർ തള്ളി പറഞ്ഞാൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. മക്കളുടെ കാര്യം പറയുവാണെങ്കിലേ അവരാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളുടെ ഏജ്. അപ്പം എങ്ങനെയാണ് മക്കളുടെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സാറിന്റെ മക്കളുടെ കാര്യം എങ്ങനെയാണ്? മൊത്തം പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഷീസ് എൻ എക്സലന്റ് ഡാൻസർ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസ് സ്കൂളിൽ പോകുന്നുണ്ട്. ആൻഡ് ഷീസ് ഓൾസോ ടേക്കിംഗ് ക്ലാസ്സസ്. കുട്ടികൾക്ക് വേണ്ടി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. പ്രോബബ്ലി അമ്മയെ പഠിപ്പിക്കുന്നതും മോളിനെയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഒരു കുട്ടിയാണ്. വളരെ കെയറിങ് ആണ്. റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പ്രായമായ കുട്ടിയാണ്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഹർ. മോൻ 9 വയസ്സ്. മോൻ എപ്പോഴും പറയണ പോലെ ഞാൻ 3ാം ക്ലാസ്സാണ്, പക്ഷെ 9 വയസ്സുള്ളൂ. അപ്പോ പറയും പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന അത്ര ജോവിയലായിട്ടുള്ള അമ്മയെ പോലെ തന്നെ കുറേ ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന എൻ്റെ മോൻ. ഒരുപാട് സംശയങ്ങളുള്ള എൻ്റെ മോൻ. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ എം പ്രൗഡ് ഓഫ് ഹിം. കാരണം ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ നന്നായി വളരും. പ്രോബബ്ലി ഐ ഷുഡ് ഗിവ് ദം എ കൺഡ്യൂസീവ് പാരന്റിങ്. എന്നെ കൊണ്ട് പറ്റാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് നല്ല സൊസൈറ്റിയിൽ അവർ നല്ല ആൾക്കാരാവണം. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുകയും ചെയ്തു, ഈன்ற പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻഡ്രോൺ എന്ന് കേട്ടതായി എന്ന് തിരുക്കുറളിൽ പറഞ്ഞതുപോലെ ഈ അമ്മ ജന്മം നൽകിയ ആ നിമിഷത്തിൽ കിട്ടിയ സന്തോഷത്തിനേക്കാൾ ഒത്തിരി അവർ നല്ല മക്കളായി വളർന്നു എന്ന് നാട്ടുകാര് വലിയ വലിയ ആൾക്കാർ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് സന്തോഷമാവും. ആ ദിവസം ഐ ബി ഹാപ്പി. അതുവരെ ഞാൻ ഐ സ്ട്രൈവ് ടു ഡു ദാറ്റ് ഫോർ ഹർ. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു പാർട്ട്ണർ വേണ്ടിയിട്ട്. എന്താ തോന്നണേ ശരിക്കും ഇത് കേൾക്കുമ്പോ? അയ്യോ, ഇത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. പ്രൗഡ് ഫീൽ ചെയ്യുന്നില്ലേ? ശരിക്കും എന്റെ ലക്കല്ലേ? അതെ, തീർച്ചയായും. കാരണം ഒരാളെ മനസ്സിലാക്കി കൂടെ നിൽക്കാന്ന് ഏറ്റവും വലിയൊരു കാര്യം. പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അതിൽ 100% അതിന് അപ്പുറം പോട്ടെ അല്ലേ, അത്രയും ഓക്കെയാണ്. എന്തുണ്ടാവും എനിക്ക് തുറന്ന് പറയാം. എന്ത് വിഷമം വന്നാലും ഞാൻ പെട്ടെന്ന് കരയുന്നതാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. ഇത് മതി. ആ ഒരു ധൈര്യം മാത്രം മതിയല്ലേ സാർ? ഫാമിലിയില് എങ്ങനെയായിരുന്നു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ? തീർച്ചയായിട്ടും 100% അവർ അക്സെപ്റ്റ് ചെയ്തതാണ് ഒരു മകളായിട്ട് കാണുന്നത്. എന്നെ മകന്റെ ഭാര്യ എന്നല്ല, മകള്, മകന്റെ കുട്ടികള്. എന്റെ അനിയത്തി കുട്ടിക്ക് ഒരു എഴുത്തിയമ്മയെ എന്ന് മാത്രമേ വിളിക്കൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ അനിയത്തിക്ക് പറ്റി. എന്റെ ചേച്ചി പുഷ്പ ചേച്ചി എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഫാമിലി ഇപ്പൊ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാരും കാണാൻ പോയപ്പോഴും അവര് വന്നപ്പോഴും അവര് വിഷ് ചെയ്യുന്നതെല്ലാം അവര് അക്സെപ്റ്റ് ചെയ്തു എന്ന് അവര് ഉറക്കെ പറയുകയാണ്. അവരനുഗ്രഹിച്ചത് തലതൊട്ട് അനുഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ ജനിച്ചപ്പോ എന്നെ കയ്യിലേറ്റ് വാങ്ങിയ ഡോക്ടർ വസന്തവർമ്മ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പോയി കണ്ടിട്ട് അമ്മ ഇതാ മരുമകൾ എന്ന് പറയുമ്പോൾ തലതൊട്ട് അനുഗ്രഹിക്കുന്ന ആ ഒരു മൊമെന്റ്, അതെല്ലാം വലിയൊരു നേട്ടമല്ലേ? അപ്പോൾ ഡോക്ടർ വസന്തവർമ്മയായാലും ശരി, എൻ്റെ വലിയച്ഛന്മാരായാലും ശരി, അച്ഛൻ, ഞങ്ങൾ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പം ഇവിടെ ആകെ ടെൻഷൻ അടിച്ച് എന്താ വരാത്തെ എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്ന 84 വയസ്സായ എൻ്റെ അച്ഛൻ. ഐ ടേക്ക് പ്രൈഡ് ഇൻ സെയിങ് ദാറ്റ് ഐ ആം എ സൺ. ആ ഒരു കാര്യത്തിൽ ഞാൻ പറയണു, ഐ എം വെരി ഹാപ്പി. ഫാമിലി അക്സെപ്റ്റ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്നെ അത്രത്തോളം സ്നേഹത്തോടെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നെ ഒരു മോനായിട്ട് കാണാൻ കുഞ്ഞുമോളുടെ അമ്മയ്ക്ക് പറ്റി. അതേപോലെ തന്നെ കുഞ്ഞുമോളുടെ ഏട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഏടത്തമ്മയ്ക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ ശരി, കുഞ്ഞുമോളുടെ ചേട്ടൻ്റെ വൈഫ് അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നുള്ള ആ ധൈര്യം കിട്ടുന്നതെല്ലാം അക്സെപ്റ്റൻസ് അല്ലാതെ എന്താ പറയുക. ഓവർ ആൻഡ് എബവ് എവറിതിങ്, ഈ ആസ്പെക്ട്സ് എല്ലാം മാറ്റി വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ എന്നെ തള്ളി പറയില്ല. നാളെ അവരെ തള്ളി പറഞ്ഞാൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും.
കാരണം എനിക്ക് അവരത്രയ്ക്ക് ഇഷ്ടം, അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. അതെ.